ഹലോ. അപ്പോൾ ഇന്ന് അത്തം ഇടുന്നത് കണ്ടാലോ? ഞാനൊരു വട്ടയില എടുത്തിട്ടുണ്ട് കേട്ടോ, പൂക്കളൊക്കെ പറിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ടേ. ഇത് ഞാൻ കുറച്ച് ബോൾസത്തിൻ്റെ വിത്തുകൾ പാകിയതാണ് കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബോൾസും കിട്ടി. അപ്പോൾ അത് പാകി ഇങ്ങനെ വെച്ചേക്കുക. പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളിങ്ങനെ പോകുന്നത്. 3 ദിവസം കൂടെ ഉള്ളൂ തിരുവോണത്തിന്, പെട്ടെന്ന് പോയി. ഇത് കണ്ടോ, 5 മണിപ്പൂ. ഇതിൻ്റെ കളറ് അടിപൊളി കളറല്ലേ. ഇത് രാവിലെ ഒരു പൂത്തതാണ്. ഇനി അടുത്ത ട്രിപ്പ് ഇനി വൈകുന്നേരം 5 മണി ആ സമയത്താണ് കേട്ടോ പൂക്കുന്നത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് പാലപ്പൂവും ചെമ്പരത്തിപ്പൂവും ഒക്കെ പറിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ അച്ഛൻ വരുന്നത്. അച്ഛൻ രാവിലെ പത്രം ഇടാൻ പോയിട്ട് വരുന്നതാണേത്. ഓരോ പൂക്കളായിട്ട് ഇങ്ങനെ പറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പൂ ഇങ്ങനെ പെട്ടെന്ന് ഊരിപ്പോയിരുന്നു കേട്ടോ, കയ്യിൽ വാടി കൊഴിയാറായതാണെന്ന് തോന്നുന്നു. അപ്പം അപ്പുറത്തെ വീട്ടിലെ പയ്യനവൻ ശ്രീകുട്ടൻ, അവനും എൻ്റെ കൂടെ രാവിലെ പൂക്കളൊക്കെ പറിക്കാൻ വരാറുണ്ട് കേട്ടോ. ഇന്നവൻ താമസിച്ചു പോയി. ഇത് കണ്ടോ, കയ്യിലൊക്കെ പാട്. രാവിലെ ഇങ്ങനെ വന്ന് അത്തവിടായിരിക്കുന്ന സമയത്ത് കൈ മൊത്തം കൊതുക് കുത്തി വല്ലാതാക്കിയതാണേ. 2 കയ്യിലും കാലിലുമായിട്ടൊക്കെ പാടുണ്ട്. അപ്പം ഈ ഈ ടൈപ്പ് പൂവും പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതങ്ങ് തീരെ കുഞ്ഞായിപ്പോയി, സെൻറ്ററിൽ വെച്ചിട്ട് അറിയാൻ കൂടിയില്ല. അത് ഞാൻ സെൻറ്ററിലാണ് വെച്ചത്, അതങ്ങനെ കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു, അത്ര ചെറുതായിപ്പോയി. അപ്പോൾ ഇനി അത്തമിട്ടാലോ? അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് അല്ലാതെ ഞവരയുടെ ഇലയും അല്ലാതെ കുറച്ച് പൂക്കളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ശ്രീകുട്ടൻ, ഞാനിപ്പോൾ ബോർഡറായിട്ട് വെക്കുന്ന ഈ വെള്ള പൂക്കൾ ശ്രീകുട്ടൻ കൊണ്ടുവന്ന മറ്റേ മൊസാന്തയുടെ പൂക്കൾ, അതിങ്ങനെ ബോർഡറാക്കി വെക്കാമെന്ന് കരുതിയിട്ട് അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ബോർഡറാക്കി വെക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് വെയിലൊക്കെ മാറി ചെറിയ മഴക്കോളായിട്ട് വന്നിട്ടുണ്ട്, ഇരുണ്ട് കെട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പൂക്കളൊക്കെ സെറ്റാക്കി അത്തം ഇട്ട് കഴിഞ്ഞു. ഇതാ ലാസ്റ്റ് ലുക്ക്. എങ്ങനെയുണ്ട്?